ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 16 രണ്ട് മത്സരങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരുപാട് ആരാധകർ കാത്തിരുന്ന രണ്ട് ടീമുകളായിരുന്നു കഴിഞ്ഞ ദിവസം മത്സരിച്ചത്. അപ്പൊ ഏതൊക്കെയായിരുന്നു ടീമുകൾ? അതെ, ഫസ്റ്റ് വരുന്നത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു മത്സരമായിരുന്നു. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിനിന്റെ മാച്ചായിരുന്നു. അതായത് ഇപ്പോഴത്തെ ലെജൻഡ് വേഴ്സസ് ഫ്യൂച്ചർ ലെജൻഡ് എന്ന് പറയുന്ന ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പോർച്ചുഗൽ പുറത്തു പോകുന്ന ഒരു സാഹചര്യം, സ്പെയിൻ ക്വാർട്ടേഴ്സിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. 1-0 ആയിരുന്നു അവരുടെ സ്കോർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് USA വേഴ്സസ് ബെൽജിയം ആയിരുന്നു. അതിൽ ബെൽജിയം 4-ഉം USA 1-ഉം എന്നുള്ള സ്കോറിലാണ് ആ ഒരു മത്സരം അവസാനിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും പോർച്ചുഗൽ ഫാൻസിന് നിരാശ കൊടുത്തുകൊണ്ടുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ നമുക്ക് എന്തായാലും നേരെ മാച്ചസിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് മാച്ച് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ ആയിരുന്നു. 0-1 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ്. ഗോൾ അടിക്കുന്നത് നമ്മുടെ സ്പെയിൻ ആണ്. 85-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ നമ്മുടെ സ്പെയിൻ താരം മൈക്കൽ മെറീനോ ആണ് സ്പെയിനിന് വേണ്ടി ഗോൾ അടിക്കുന്നത്. ഗോൾ അടിച്ച ഒരു ക്വാർട്ടറിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിരുന്നു അതിൽ കണ്ടത്. നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ ആരാധകർ കാത്തിരുന്ന ഒരു മത്സരം കൂടിയായിരുന്നു അത്. ഒരുപാട് ശ്രമങ്ങൾ ക്രിസ്ത്യാനോ നടത്തിയെങ്കിലും, 1-2 ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും എത്താതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമ്മൾ എന്തെങ്കിലും ഒരു സമനില പിടിക്കാനെങ്കിലും ഒരു അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എവിടെ എത്താതെ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ആരാധകർ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ആ ഒരു മാച്ച് ഒരു സമനിലയിൽ അവസാനിക്കും, പിന്നെ അതൊരു പെനൽറ്റി ഷൂട്ട് ഔട്ട് ആവും എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു ഗോള് വരുന്നത്. 91-ാമത്തെ മിനിറ്റിലാണ്. 90 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴായിരുന്നു ആ ഒരു ഇത് വരുന്നത്. അഡീഷണൽ ടൈമിലാണ് ഗോള് വരുന്നത്. അപ്പം പിന്നെ ആ ഒരു പ്രതീക്ഷ പോയി എന്ന് പറയേണ്ടി വരും, കാരണം പിന്നെ സമയമില്ല. 6 മിനിറ്റ് ആയിരുന്നു അനുവദിച്ചിട്ടുണ്ടായിരുന്ന സമയം. അപ്പൊ അത് കഴിയാറായി കഴിഞ്ഞാൽ പിന്നെ പോർച്ചുഗലിന് ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രീതിയിലായിരുന്നു ആ ഒരു കളി അവസാനിച്ചിട്ടുള്ളത്. പെനൽറ്റി ഷൂട്ട് ഔട്ടിൽ അവസാനിക്കും, അങ്ങനെയാണ് ഒരു വിധി എഴുതാൻ പോകുന്നതെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴായിരുന്നു ആ ഒരു ഫസ്റ്റ് ഗോള് സ്പെയിനിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാതെ ഒരു ഗോള് വരുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പോർച്ചുഗലിന്റെ പ്ലെയേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഒരു ഗോള് വരാൻ ചാൻസ് ഇല്ല, അപ്പോൾ എന്തായാലും പെനൽറ്റി ഷൂട്ട് ഔട്ട് ആയിരിക്കും. അപ്പം ഡിഫൻസ് കുറച്ചൊന്ന് ബാക്ക് ആയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗോളിക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റിയത് കൊണ്ടായിരിക്കാം ആ ഒരു ഗോള് വന്നത് എന്ന് മേ ബി നമുക്ക് പറയാം. മാത്രമല്ല ഈ ഒരു മത്സരത്തോടു കൂടി ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് റൊണാൾഡോ വിരമിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മളെല്ലാവരും കണ്ടത്. ഒരു തോൽവിയോടെ, ലോകകപ്പിൽ നിന്ന് ഇതിഹാസ താരത്തിന് ഒരു തോൽവിയോടെ ഒരു മടക്കമായിരുന്നു സമ്മാനിച്ചത്. നമ്മൾ നേരത്തെ ബ്രസീലിന്റെ കണ്ട പോലെ അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് പോർച്ചുഗലിനെ കാണാൻ കഴിയുന്നത്. നല്ല വമ്പൻ ടീമുകാരും വമ്പൻ ഇതിഹാസ താരങ്ങളും വിരമിക്കുന്ന ഒരു കാഴ്ച കൂടി ഈ 2026 ഫിഫ വേൾഡ് കപ്പ് സാക്ഷിയാവുന്ന ഒരു മൂമെന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോവാം. അടുത്ത മത്സരം വരുന്നത് USA വേഴ്സസ് ബെൽജിയം ആണ്. 1-4 ആയിരുന്നു അവരുടെ ഗോൾ റേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബെൽജിയത്തിന് വേണ്ടി 3 പ്ലേയേഴ്സ് ആണ് ഗോൾ അടിക്കുന്നത്. ചാൾസ് ഡി കെറ്റ്ലെയറും അതുപോലെ തന്നെ ബനാക്കൻ, റൊമേലു ലുക്കാക്കു എന്നിവരാണ്. ചാൾസിന്റെ 2 ഇരട്ട ഗോൾ ഉണ്ടായിരുന്നു. ഇരട്ട ഗോളിലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഫസ്റ്റ് ഗോൾ വരുന്നത് 9-ാമത്തെ മിനിറ്റിൽ നമ്മുടെ ചാൾസ് ഡി കെറ്റ്ലെ അടിക്കുക. 9-ാമത്തെ മിനിറ്റിലാണ് ഗോൾ വരുന്നത്. പിന്നെ ചാൾസിന്റെ തന്നെ മറ്റൊരു ഗോള് അടുത്ത നിമിഷം തന്നെ 33-ാമത്തെ മിനിറ്റിൽ അടുത്ത ഗോള് വരുന്നുണ്ട്. പിന്നെ വാങ്കൻ 57-ാമത്തെ മിനിറ്റിൽ, ലുക്കാക്കു 93-ാമത്തെ മിനിറ്റിൽ, അങ്ങനെയാണ് ഗോളുകൾ വരുന്നത്. വളരെ ശക്തമായ ഒരു പ്രതിരോധം തന്നെയായിരുന്നു എന്ന് എടുത്തു തന്നെ പറയണം. കാരണം ഒന്നുമല്ലാത്ത USA ഒന്നുമല്ലാത്ത രീതിയിൽ മാറിയ ഒരു പെർഫോമൻസ് കൂടിയായിരുന്നു ഉണ്ടായത്. 1-4 ഗോൾ റേറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. USA പറയുകയാണെങ്കിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ട്. അത് 31-ാമത്തെ മിനിറ്റിലാണ്. ടെൽമാൻ എന്ന് പറയുന്ന പ്ലെയർ ആണ് USA വേണ്ടി ആ ഒരു ആശ്വാസ ഗോൾ നേടിക്കൊടുക്കുന്നത്. എന്നാൽ പോലും ഒരു വിജയം കൈവരിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല, കാരണം ബെൽജിയത്തിന്റെ ഗോള് വരുന്നത് 4 അപ്പം 4-നെ മറികടക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അപ്പം ഡിഫൻസ് എന്തുകൊണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ USA ഡിഫൻസ് എന്തുകൊണ്ടും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രീ ക്വാർട്ടറിലും 4 ഗോളുകൾ ബെൽജിയത്തിന് നേടാനായിട്ടുള്ളത്. ഇതുവരെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രീ ക്വാർട്ടറിൽ ഇങ്ങനെ ഒരു സ്കോർ വരുന്നത് ഇതാദ്യമായിട്ടാണ്. ഒരു 4, അതായത് പെനൽറ്റി ഷൂട്ട് ഔട്ട് ഒന്നും ഇല്ലാണ്ട് 4 ഗോള് വരുന്നത് പ്രീ ക്വാർട്ടറിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും USA ഡിഫൻസ് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. അവർക്ക് എവിടെയോ ഒരു പിഴവ് സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോൽവി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇനി എന്തായാലും അതായത് ക്വാർട്ടർ ഫൈനൽസിലേക്ക് കയറുന്നത് ബെൽജിയം വേഴ്സസ് സ്പെയിൻ ആണ്. അപ്പൊ സ്പെയിനിന്റെ കൂടെ കളിക്കാൻ ഇറങ്ങുന്നത് ബെൽജിയം ആണ്. അടുത്ത ലെവലിലേക്ക് ഇനി ആരൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഇനി നേരിട്ട് കാണേണ്ടിയിരിക്കുന്നു.
മാത്രമല്ല ഈ ഒരു മത്സരത്തിൽ USA ഒരു റെഡ് കാർഡ് കിട്ടി പുറത്തായ ഒരു താരം ഉണ്ടായിരുന്നു, ഒരു സ്ട്രൈക്കർ ഫ്ലാരിൻ ബലോഗനെ നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഫിഫയുമായി ബന്ധപ്പെട്ട് അവരെ തിരിച്ചെടുത്ത ഒരു മത്സരം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് റെഡ് കാർഡ് കിട്ടി ഫ്ലാരിൻ പുറത്താക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് വലിയൊരു വിവാദം തന്നെ സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നു. ഫിഫ പ്രസിഡന്റിനോട് നേരിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു പുറത്താക്കൽ നീട്ടിവെച്ചിട്ട് ഫ്ലാരിനെ കൊണ്ടുവന്ന ഒരു മത്സരം കൂടിയായിരുന്നു USA ഈ ഒരു മത്സരം. പക്ഷെ അതിൽ പോലും തിരിച്ചു കൊണ്ടുവന്നിട്ടും ഒന്നും നേടാനാകാതെ തോറ്റു പിന്മാറുന്ന ഒരു അവസ്ഥ വളരെ USA സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയ്ക്കും ഒരുപാട് വിഷമങ്ങൾക്കും വഴിവെച്ച ഒരു ദിവസം കൂടിയായിരുന്നു. അത്രയും കഷ്ടപ്പെട്ടിട്ട് പ്രസിഡന്റ് വരെ ഇടപെട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു പ്ലെയറെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയൊരു മൊമെന്റ് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരം. അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തെ മത്സരങ്ങൾ നോക്കാം. ഏതൊക്കെയാണ് അടുത്ത ദിവസത്തെ മത്സരങ്ങൾ? അടുത്ത ദിവസത്തെ മത്സരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ വരെ കണ്ട കാഴ്ച ഫുട്ബോളിന്റെ ചാമ്പ്യന്മാർ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ചാമ്പ്യൻസ് ആയിട്ടുള്ള ബ്രസീൽ ഇപ്പം വേൾഡ് കപ്പ് 2026 ഇല്ല, അതേപോലെ ഇപ്പൊ പോർച്ചുഗൽ മടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു കൂട്ടം ഫാൻസ് കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് അർജന്റീന വേഴ്സസ് ഈജിപ്തിന്റെ മാച്ച്. ഇന്ന് രാത്രി 9:30 അർജന്റീനയും ഈജിപ്തും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പ്രീ ക്വാർട്ടേഴ്സിലേക്ക്. അതുപോലെ ലാസ്റ്റ് മത്സരമാണ്, പ്രീ ക്വാർട്ടറിലെ ലാസ്റ്റ് മത്സരം വരാനിരിക്കുന്നത് നാളെ രാവിലെ 1:30 സ്വിറ്റ്സർലാൻഡ് വേഴ്സസ് കൊളംബിയയുടെ മാച്ചാണ് പ്രീ ക്വാർട്ടേഴ്സിന്റെ ലാസ്റ്റ് മാച്ചായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് ഇനി ക്വാർട്ടർ ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. വമ്പൻ ടീമുകൾ ഇനി ഒന്നിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വമ്പന്മാർ വീണ്ടും ഇറങ്ങുന്ന ഒരു മത്സരം കൂടിയാണ്. ഒരുപാട് റിട്ടയർമെന്റുകൾ കണ്ട ഒരു വർഷം കൂടിയായിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പ്. നെയ്മർ ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും. അപ്പോൾ ഇനി അറിയില്ല, പല വമ്പന്മാരും പാതി വഴിയിൽ വീണ ഒരു അവസ്ഥ കൂടി നമ്മളുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വമ്പൻ ചാമ്പ്യന്മാരായിട്ടുള്ള മറ്റൊരു ടീമും കൂടി ഇറങ്ങുന്ന ഒരു ദിവസമാണ്. ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു മൊമെന്റും കൂടിയാണ്. എന്താകുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം.